ഞാൻ സത്യം പറഞ്ഞ ഈ ബിസ്ക്കറ്റ് കഴിക്കണ എന്താണെന്നുള്ള രഹസ്യം പറഞ്ഞു തരാം. ഞാൻ സന്തോഷം കൊണ്ട് കഴിച്ചതാണ്. കാരണം സാറിന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ഒരു പടം അതിന്റെ താഴെ വന്നായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു. പക്ഷെ വന്നില്ല. ഇങ്ങനെ പടം ഫോട്ടോ 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 അല്ല പടം വന്നായിരുന്നല്ലോ. ഫോട്ടോയും കാര്യങ്ങളും പേര് പടം എല്ലാം വന്നു. ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പൊക്കി പറഞ്ഞല്ല, ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് പറഞ്ഞല്ല, പേര് വരെ വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയില് ദിലീപേട്ടന്റെ സിനിമയുടെ ഇതിന്റെ താഴെ അലിൻ ജോസ് പെരേരന്ന് അഭിനയിക്കാൻ വിളിച്ചത് പോവായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, അതൊക്കെ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആദ്യം എത്തിയത്, അതിനെപ്പറ്റി ഞാൻ പറയാനുള്ള. അത് നേരിട്ട് എന്നെ വിളിച്ചൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് അത് പോകാൻ പറ്റിയില്ല, എന്തോ തിരക്ക്. സങ്കടം പറയുന്നുണ്ടോ? ഇല്ല, പപ്പപ്പേലേക്ക് പോകാൻ പറ്റിയില്ല. പപ്പപ്പേലേക്ക് വിളിച്ചതാണ് പുള്ളിനെ, പക്ഷെ പോയില്ല. ഇന്ന് എനിക്കെന്തോ കല്യാണ തിരക്ക് ഉണ്ടായിരുന്നു. കല്യാണം കാരണം പിന്നെ നമുക്ക് കല്യാണ പ്രോഗ്രാം കൊണ്ടാണ് ജീവിച്ചു പോകണം. കല്യാണ പ്രോഗ്രാമും വെഡിങ് ഫംഗ്ഷനും പിന്നെ ഇനാഗ്രേഷൻ സംവിധായകൻ സംവിധായകമായി വിളിച്ചായിരുന്നു. കൂട്ടുകാരമ്മയൊക്കെ ഞാൻ പറഞ്ഞ കരയുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാ പുള്ളിന്ന് കരഞ്ഞു. ഞാൻ ദിലീപന്റെ ഒപ്പം ഞാൻ സത്യാനന്ദ ഇറക്കിയതാണ്, വോയിസ് ഓഫ് സത്യാനന്ദ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ ചോദിക്കുന്നുള്ള പേരാ, താങ്കൾ ദിലീപന്റെ കൂടെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചേക്കുമെന്ന് നേരാണോ? അല്ല, ദിലീപന്റെ കുഞ്ഞാളെ പോലെ എനിക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഫോട്ടോയെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അല്ലല്ല, ഞാന് എത്തി കഴിഞ്ഞൊക്കെ പണ്ട് റിംഗ് മാസ്റ്ററിന്റെ ലൊക്കേഷനില് പിന്നെ യേശുദരത്തെ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയി കണ്ടതാണ്. ദിലീപന്റെ കൈ കൊടുത്താണ് യേശുദരത്തെ ലൊക്കേഷനിലൊക്കെ. പിന്നെ ഞാൻ ഫോട്ടോ എടുത്തത് സത്യാനന്ദന്റെ ലൊക്കേഷനില്, പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ലൊക്കേഷനില്, ലൊക്കേഷൻ അല്ല, ഫ്രണ്ട്സ് ഫാമിലിയുടെ ടൈലർ ലോഞ്ചിന് അവി കേട്ടേക്കുന്ന സമയത്ത്, പിന്നെ ഒരു ദിവസം ഇതിന്റെ നമ്മുടെ ഈ പടമല്ല, എന്തിനെന്നറിയില്ല ഏതിനെന്നറിയില്ല, അല്ല അതൊരു പാട്ടുണ്ടല്ലോ, വിജയൻ സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ദിലീപ് സാർ വന്നായിരുന്നു, ദിലീപേട്ടൻ വന്നായിരുന്നു. അപ്പൊ ദിലീപേട്ടൻ വന്നപ്പോ ദിലീപേട്ടനെ കണ്ടപ്പോ തന്നെ റോസപ്പൂട്ട് കൊടുത്തു. അല്ല, ഞാനൊരു കാര്യം കൂടെ അതല്ല പറഞ്ഞത്, ആണെന്നാണ് പറഞ്ഞത്. എന്നൊരു സംഭവം ഉണ്ടല്ലോ, ദിലീപേട്ടന്റെ കൂടെ എല്ലാ ഫോട്ടോസ് ആണെന്നാണ്. ദിലീപേട്ടനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കണ്ടോണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു സൗഹൃദം എന്താ, എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു. ദിലീപേട്ടന്റെ പ്ലസ് പോയിന്റ് ഞാൻ പറയാം. ദിലീപേട്ടന്റെ പ്ലസ് പോയിന്റ് ഞാൻ പറയാം. ഒരുപാട് പേര് ദിലീപേട്ടന്റെ മൈനസ് പറയുന്നുണ്ട്, പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം. കാരണം ഞാൻ ഒരാളോട് ഞാൻ ചാൻസ് ചോദിക്കാറില്ല, ഫെയിം ആയ ശേഷം ചോദിക്കാറില്ല. ഇല്ല, അങ്ങനെ നേരിട്ട് പോയിട്ട് ക്യാമറ മുന്നിൽ പോയി ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചടക്കാറില്ല. പക്ഷെ ദിലീപേട്ടനെ കണ്ടപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ ഭ്രാന്ത് കേറി പോയി ചോദിച്ചു. ആ കൂട്ടുകാരുടെ പേര് ഞാൻ പറയാം, സന്തോഷ് വർക്കി. പുള്ളിക്കാരെ ഞാൻ നോക്കിയപ്പോഴേ, ദിലീപേട്ടാ അവര് ചാൻസ് കൊടുക്കണം, മോനെ തലവര ഉണ്ടെങ്കിൽ ആയിരിക്കും എന്നാ ദിലീപേട്ടൻ പറഞ്ഞത്. അതില് എനിക്ക് ഒരു ചിന്താബോധമുണ്ട്. കാരണം ദിലീപ് എന്ന വ്യക്തിക്ക് വേണമെങ്കിൽ പറയാം അവന് ചാൻസ് ഇല്ല, പക്ഷെ തലവര ഉണ്ടെങ്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വർഷത്തില് 3-4 പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇറങ്ങാനുണ്ട്. ഇത് എവിടെ വെച്ചാ പറഞ്ഞത്? ഇപ്പൊ ഈ പറഞ്ഞ സംഭവം പറഞ്ഞത് നമ്മുടെ തേപ്പുട്ടി വെച്ച് ഒരു കൊല്ലം മുമ്പ് കണ്ണൂർ സ്കൂളിന്റെ റിലീസ് ദിവസം തിയേറ്ററിൽ അങ്ങനെയല്ല, ആറട്ടെണ്ണം പറഞ്ഞ് ദിലീപേട്ടൻ എപ്പോഴും ശനിയാഴ്ച വന്നിട്ട് ദിലീപേട്ടൻ വരുന്നു. അപ്പൊ അങ്ങനെ പോയതാ.